ഹലോ, അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറൽ താരവും അതേപോലെ എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ ഇപ്പം ഈ ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്റ്റോറി ബോർഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഇറ്റ്സ് നാൻ എന്ന് വരുന്ന വാക്ക്. ഹലോ, അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സോഷ്യൽ മീഡിയയിലെ തന്നെ സൂപ്പർ താരവും എവിടെ നമ്മൾ തിരിഞ്ഞു നോക്കിയാലും ഈ ഒരു മനുഷ്യന്റെ മുഖമാണ്. അത് മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ AJP അഥവാ അലിൻ ജോസ് പെരേര. അപ്പം അലിൻ, വെൽക്കം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ എവിടെ നോക്കിയാലും, ഇൻസ്റ്റ എടുത്താലും യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും എല്ലാം അലിന്റെ ഓരോരോ വീഡിയോസ് ആണ്. അപ്പം ആ ഒരു ലൈഫിന്റെ ഒരു സക്സസ് എന്തായിരുന്നു? സക്സസ് കൂടുതൽ പ്രൈവസി പോയെന്ന് പറയാം. പ്രൈവസി പോയി. ആൾക്കാർ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴാണെങ്കിലും ശല്യപ്പെടുത്താൻ വരും. ബസ്സിൽ പോകാറില്ല, ഇപ്പോൾ യൂബറിലാണ് പോകണം. അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം യൂബറിന് പോകാനുള്ള വരുമാനം വരുന്നുണ്ടല്ലോ. 500-600 രൂപ. ഇപ്പോൾ 10 രൂപക്ക് ബസ്സിൽ പോകേണ്ട ഞാൻ 10-20 രൂപയൊക്കെ ബസ്സിലാവുള്ളൂ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ അത് നിന്നും 500-600 രൂപ കാറിന് കൊടുത്ത് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടല്ലോ. പേയ്മെൻറ്റും വരുന്നുണ്ടല്ലോ. വലിയ ലക്ഷങ്ങളൊന്നും വേണ്ട. ഒരു കാറിന് നമ്മൾ 8 ലക്ഷം 10 ലക്ഷം വരുമല്ലോ മിനിമം. അപ്പോൾ അത്രയും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലേ അലിൻ ജോസ്? നമ്മൾ ക്വയറ്റായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യാമറ ആക്റ്റീവ് ഓൺ ആകുമ്പോൾ ചില രീതിയിലുള്ള പൊട്ടത്തങ്ങൾ പണ്ട് സംഭവിച്ചിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാരതിനെ കോമിക്കും കോമാളി എന്ന് പറയുമ്പോൾ അതിന് സങ്കടമുണ്ട് ചില കാര്യങ്ങൾ. കാരണം ഇതിലും വലിയ സൂപ്പർ താരങ്ങളെ ജോക്കർ എന്ന് പറഞ്ഞ പടത്തിൽ, ജോക്കർ എന്ന് പറയുമ്പോൾ തന്നെ ആ വേട്, ജോക്കർ എന്ന് പറയുമ്പോൾ മലയാളം വേട് എന്താ പറയൂ? കോമാളി. അപ്പോൾ ആ ഒരു ടൈറ്റിൽ കാർഡിൽ ദിലീപേട്ടൻ്റെ പടം വന്നു, ദിലീപ് ഇൻ ജോക്കർ. മനസ്സിലായി? ദിലീപേട്ടൻ ആ മൂവിയിൽ ജോക്കർ എന്ന പേര് വെക്കാമെങ്കിൽ ആ വിളിക്കുന്നതിൽ എനിക്ക് ഒരു മൈൻഡില്ല. വിഷമം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഇടയ്ക്കും പറയാറുണ്ട്. പക്ഷെ ആ ലെജൻസിനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴും ആ ലെജൻഡിന് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും, പുള്ളിക്ക് വരുന്ന പല വിഷയങ്ങളും പുള്ളിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. കമ്പയർ ചെയ്യുന്നതല്ല, പുള്ളിക്കും എനിക്ക് സംഭവിക്കുന്നത് ക്യാഷ് ഉള്ളവരും ക്യാഷ് കുറവുള്ളവരും ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. എത്ര വലിയവനും ജയിലിൽ പോകും. നമുക്കും കേസുകൾ വന്നു, നമ്മൾ ജയിലിൽ പോയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കേസുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? 1-2 ഇഷ്യൂസ് വന്നിരുന്നു. എന്തായിരുന്നു? ഇന്നാളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പരാതി. അപ്പൊ അതിനെ എങ്ങനെ നേരിട്ടെ? നമ്മളെ ഇപ്പൊ പൊട്ടത്തരം കാണിക്കുന്നതുകൊണ്ട് ആ പൊട്ടത്തരത്തിലൂടെ അത് പോയി. ആ പൊട്ടത്തരം അതിൻ്റെ ഫെയിം ഇല്ലാതെങ്കിൽ ആ ഒരു വലിയൊരു ഇഷ്യൂ കോമിക്കുന്ന ലെവലിൽ, കോമാളി എന്ന ലെവലിലും അത് മാറിപ്പോയി.